ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ഓറിയോ ബ്രെഡ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. തീ പോലും കത്തിക്കാതെ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇത്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതും അവർക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് 3 ബ്രെഡ്, 1 കപ്പ് പാല്, 1 ഓറിയോ ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ 40 രൂപയുടെ ഡയറി മിൽക്കാണ്. അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ 5 രൂപയുടെ 8 മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബ്രെഡിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പീസായിട്ട് വെച്ചിട്ട് നമുക്ക് അതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ക്രീമൊക്കെ പുരട്ടുമ്പോൾ നല്ല ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് 3 എണ്ണവും കട്ട് ചെയ്തെടുക്കാം. മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീമും അതുപോലെ തന്നെ ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്രീം ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ ബിസ്ക്കറ്റിന്റെയും ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ബിസ്ക്കറ്റുകളെല്ലാം ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് നമുക്ക് പൗഡർ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിൻ പൗഡർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ക്രീമാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റിന് നല്ല മധുരമുള്ളത് കാരണം ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. നല്ല ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ നമുക്ക് പാൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന ക്രീമിൻ്റെ അതേ കൺസിസ്റ്റൻസി വരണം. ഇപ്പോൾ നല്ല കൺസിസ്റ്റന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി സാധാ വെള്ളത്തിലാണ് എല്ലാവരും ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്. കൂടുതൽ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി ഞാൻ പാലിലാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് പാലിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ജസ്റ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഇരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീമാണ് പുരട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെക്സ്റ്റ് പീസും കൂടി വെച്ച് കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെക്സ്റ്റ് ബ്രെഡ് പീസും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്യേണ്ട, ഡയറക്റ്റ്ലി നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ആയിട്ട് നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് സൈഡ് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടി ഞാനൊരു റോസാപ്പൂ തയ്യാറാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാം. അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്രീം ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഓരോ പകുതിയും എടുത്ത് നമുക്ക് ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ റൗണ്ടായി വെച്ച് കൊടുക്കാം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഒരു പൂവിൻ്റെ ഷേപ്പ് പോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് വിടർത്തി കൊടുക്കാം. ഇങ്ങനെ ക്രീം വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പ് വരും. ഇപ്പോൾ ശരിക്കും നമ്മൾ ക്രീം കൊണ്ട് നമ്മൾ വരക്കുന്നതിലും നന്നായി നല്ല രീതിയിൽ നമുക്ക് ഈ ക്രീം കൊണ്ട് റോസാപ്പൂ തയ്യാറാക്കാൻ കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് 3 എണ്ണം തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ 3 റോസാപ്പൂവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ഓരോ കോർണേഴ്സിലും ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലും അതുപോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ സൈഡിലും ഓപ്പോസിറ്റുമായിട്ട് 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഡെക്കറേഷൻ ചെയ്തതുപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും നമുക്കൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
തീ പോലും ഉപയോഗിക്കാതെ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വിഭവമാണിത്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ കമൻസ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.